ഗ്ലസിയാൻ്റെ അനിയത്താന്ന് പറയുന്നത് എനിക്ക് പ്രൗഡാണ്. എവിടെ പോയാലും ഗ്ലസിയാൻ്റെ അനിയത്തോട് ഒരു പ്രൗഡ് ഉണ്ട് എനിക്ക്. നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എവിടെ കളിയുണ്ടെങ്കിലും ഇങ്ങനെ വിളിച്ച് ചോദിച്ച് അവിടത്തേക്ക് കളി കാണാനൊക്കെ വരും. നാട്ടുകാരാകട്ടെ, കൂട്ടുകാരാകട്ടെ, പിന്നെ എൻ്റെ പെങ്ങന്മാരാകട്ടെ, എന്താ പറയുക, എവിടെ കളി അവിടേക്ക് വരാനായിട്ട് എല്ലാവരും തയ്യാറാണ്. ഇവിടെ കണ്ണൂരിന് അവസരം കിട്ടുകയാണ്. ചാൻസ് ഫോർ കണ്ണൂർ. കണ്ണൂർ വാരിയേഴ്സ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇതാ ഒരാൾ കടൽ തീർക്കുകയാണ്. കണ്ണൂർ വാരിയേഴ്സ് ലീഡ് ചെയ്യുന്നു. ആദ്യ ഹോം മത്സരത്തിൽ ഇതാ കണ്ണൂർ വാരിയേഴ്സ്, ഐ തിങ്ക് സിനാൻ, മുഹമ്മദ് സിനാൻ, യുവതാരം കണ്ണൂരുകാരൻ, പപ്പിനിശ്ശേരിക്കാരൻ മുഹമ്മദ് സിനാന്റെ ഗോളിലൂടെ കണ്ണൂർ വാരിയേഴ്സ് ജവഹർ സ്റ്റേഡിയം ഇരമ്പി മറിയുകയാണ്. Now Messi and Mike, that is beautifully done. And Abdul Karim chip forward, but the flag might have gone up. Has it? Well, they're all celebrating because Mohamed Sinan is the one who has changed the score line. വീണ്ടും Adrian Sardinaro ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി, ഓപ്പർച്യൂണിറ്റി ആൻഡ് കണ്ണൂർ വാരിയേഴ്സ് മത്സരത്തിലേക്ക്. ഞാനൊരു 4-5 വയസ്സിൽ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ ഏട്ടൻ കളിക്കുന്നുണ്ട്, ഏട്ടൻ്റെ കൂടെ പോയതാണ് ഇങ്ങനെ കളിക്കാനൊക്കെ. അപ്പോൾ മാമൻ്റെ കൂടെ തന്നെ വയലിലായാലും ഇങ്ങനെ ഗ്രൗണ്ടിലായാലും ഇങ്ങനെ കളിക്കാൻ പോകും. അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമൻ്റെ ചങ്ങായിമാരാണ് ഇങ്ങനെ പറയുന്നത്, നല്ലോണം കളിക്കുന്നുണ്ട്, ഏതെങ്കിലും കോച്ചിങ് ക്യാമ്പിൽ അങ്ങനെ ചേർത്തണം എന്നൊക്കെ. സെക്കൻഡ് ഇങ്ങനെ വിട്ടാൽ പോരാ, കളിയായിട്ട് മുന്നോട്ടേക്ക് അയക്കണം. ഞാനങ്ങനെ എൻ്റെ ഉപ്പാനോട് സംസാരിച്ചു. അപ്പോൾ ഉപ്പ ഒരു പഴയ ഫുട്ബോൾ പ്ലെയറാണ്, സ്റ്റേഡിയത്തിലും കളിച്ച് വളർന്ന് ഓരോരോ ഇതാണ്. അപ്പോൾ ഉപ്പാനോട് ഇങ്ങനെ ഇടയ്ക്കിടെ സംസാരിച്ചു. ഉപ്പ നമ്മൾ സിനാനിങ്ങനെ വിട്ടാൽ പോരാ, സ്വകാര്യമായിട്ട്. സിനാൻ അറിയില്ല, പിന്നെ സിനാൻ നമുക്ക് നല്ലൊരു കോച്ചിങ് സെൻറ്ററിലേക്ക് കയറ്റണം, നമുക്ക് ഇവിടെ കളിക്കേണ്ട ആളല്ല സിനാനി, നമുക്ക് ഓനിലേക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്, കളിയിൽ മാറ്റം വരും. അങ്ങനെയൊക്കെയാണ് ഉപ്പാവനോട് പറഞ്ഞിട്ട് ഉപ്പാവയാണ് ഞാനും എന്നെയും സിനാനെയും കൂട്ടിച്ചേർത്തി ഒരുമിപ്പിച്ച് ആ കോച്ചിങ്ങിലേക്ക് ചേർത്തിയത്. അങ്ങനെയാണ് ഞാൻ ഒരു പ്രോപ്പറായിട്ടൊരു കോച്ചിങ് ക്യാമ്പിലേക്ക് പോകുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റനായ ധനേഷ് സാറ് ക്യാമ്പിലാണ് ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് അവിടെ പോയതിന് ശേഷമാണ് എൻ്റെ കളിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയതെന്ന് എനിക്ക് തോന്നിയത്. കുറേ പോയി അങ്ങനെ കണ്ടിന്യൂസ് പോയി എൻ്റെ കളിയൊക്കെ കുറച്ചുകൂടി മാറി. എനിക്ക് തോന്നിയത് അവിടെ നിന്നാണ്, KV ധനേഷ് സാർ അടുത്ത് നിന്നാണ്. ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാവരും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഉപ്പ് മുതൽ അങ്ങോട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കോച്ചിങ്ങിലായിക്കോട്ടെ എന്നെ കൂട്ടാനും കൊണ്ടാക്കാനൊക്കെ ഉപ്പയും പിന്നെ എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ വരും. ഭയങ്കര എന്താ പറയുക, ഫുട്ബോളിന് ഭയങ്കര സപ്പോർട്ടാണ് വീട്ടിലൊക്കെ. സ്റ്റേഡിയത്ത് കൊടുപ്പൊക്കെ വരുത്തും ഞാൻ തന്നെയാണ്. അങ്ങനെ അവൻ്റെ കണ്ട ഇതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് എത്തുകൊണ്ട് അങ്ങനെ കൂട്ടിപ്പോക്കും കൊണ്ടെത്തലും. ഞാൻ കോളേജിലുള്ളപ്പോഴാണ് ഇങ്ങനെ ട്രയൽസിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സച്ചിന് ഓൾറെഡി ടീമിൽ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ട്രയൽസ് നടക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് ആ ട്രയൽസ് അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരെ കോച്ചിനെ വിളിച്ചു. കോച്ച് പറഞ്ഞു അതിന് പോയിക്കോ. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്തു. വീട്ടുകാരുടെ അടുത്തത് ഇങ്ങനെ പറഞ്ഞിരുന്നു ട്രയൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ക്ലബ്ബാണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു നല്ല ലീഗായ സൂപ്പർ ലീഗ് കേരളയുടെ ട്രയൽസാണ്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ക്യാമ്പായിക്കോട്ടെ, നാഷണൽ ഗെയിംസ് ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത ഷഫീഖ കോച്ചിൻ്റെ അടുത്താണ് ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷവും ആവേശവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കിട്ടുമെന്നുള്ളത് അങ്ങനെ പ്രതീക്ഷിച്ച് പോയി. നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റി, ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്തു. വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ആ സമയം. കണ്ണൂർ വാരിയേഴ്സിൻ്റെ കേട്ടപ്പോൾ വീട്ടുകാരെക്കാട്ടി സന്തോഷം നാട്ടുകാർക്കാണ് ഉണ്ടായത്. അതായത് വീട്ടിലുള്ള എല്ലാവർക്കും അവരെ കളിയെക്കുറിച്ച് നല്ലോണം അറിയാം. നാട്ടിലുള്ള കൂടുതലാർക്കും അങ്ങനെ അറിയില്ല, കളിക്കുന്നത് എങ്ങനെയാണ് ഏതാണെന്ന്. അത് കിട്ടിയാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. സൂപ്പർ ലീഗ് വന്നതോടെ ഫസ്റ്റ് സീസണിൽ എന്താ പറയുക, കളിയൊക്കെ കണ്ടു. ഭയങ്കരം ISLൻ്റെ അതേ രൂപത്തിലുള്ള കളിയായിരുന്നു. എല്ലാവരുടെയും സ്വപ്നം പോലെ എനിക്കൊരു സ്വപ്നമായി രണ്ടാം സീസണിൽ കളിക്കണം. അങ്ങനെ ട്രയൽ അറ്റൻഡ് ചെയ്തു, അതിൽ കിട്ടി. വലിയൊരു സ്വപ്നം നേടിയ പോലെ തന്നെ ആയിരുന്നു. ഫുട്ബോളിൽ എപ്പോഴും ഇൻസ്പിറേഷനും മോട്ടിവേഷനൊക്കെ മെസ്സി ആയിരുന്നു. മെസ്സി തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. ഇവിടുത്തെ അനുഭവം എന്താണ്, കോച്ചസ് ആയിക്കോട്ടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കോച്ചസും സ്റ്റാഫും നമ്മുടെ പ്ലെയേഴ്സും ഭയങ്കര കണക്ഷനാണ്. എന്തിനായാലും എന്തോ ഭയങ്കര ബോണ്ട് പോലെയാണ് നമ്മളെ കണ്ണൂർ വാരിയേഴ്സ് കാണുമ്പോൾ. നമ്മുടെ ഉള്ളിലായാലും
ഗ്രൗണ്ടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ടീം തമ്മിൽ ഭയങ്കര ഒത്തൊരുമയാണ്. അത് നമ്മുടെ കളിയിലും കാണിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും ആയിക്കോട്ടെ ഭയങ്കര കണക്റ്റഡാണ് എല്ലാവരും. സൂപ്പർ ലീഗിൻ്റെ ആദ്യ സീസൺ കണ്ടത് തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു അടുത്ത സീസൺ എന്തായാലും കളിക്കണമെന്ന്. പക്ഷേ ഇതുവരെ സ്വപ്നങ്ങളിൽ പോലും വിചാരിച്ചില്ല കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി കണ്ണൂരിൽ കളിക്കുമെന്ന്. Mohamed Sinan on the right. Sinan counter and the back flick to score from Abdul Karim. ടീമിന് വേണ്ടി നല്ല രീതിയിൽ കളിച്ച് അതിൻ്റെ നല്ലൊരു ഭാഗമാകാൻ പറ്റി. അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ടീം ഫൈനലിൽ എത്തുകയും ചെയ്തു. അതിൽ എന്താ പറയുക സെമി ഫൈനലിൽ ഗോൾ നേടാൻ പറ്റി. മുഹമ്മദ് സിനാൻ സിനാന്റെ പെനാൽറ്റി. ആ ഗോളിലൂടെ ഫൈനലിൽ എത്തിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഫൈനൽ നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ്. അവിടെ ഇതുവരെ ജയിച്ചില്ല. ഇപ്രാവശ്യം ഫൈനലിൽ ജയിച്ച് ചാമ്പ്യൻസായി അത് മാറ്റിത്തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരിക, ജയിക്കുക, പായുക.